പ്രിയപ്പെട്ടവരെ, ഇന്നലെ പരിശുദ്ധ പാത്രികീസ് ബാവായിക്ക് ഇവിടുന്ന് സമുദായ മെത്രാപ്പോലീത്തായുടെ മേൽ എടുത്ത നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് സമുദായ മെത്രാപ്പോലീത്തായും ജ്ഞാനായ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് സമുദായ മെത്രാപ്പോലീത്ത പാത്രികീസ് ബാവായിക്ക് ലെറ്റർ അയക്കുകയുണ്ടായി. ഇതേ സമയം വരെയും അതിന് യാതൊരു മറുപടിയും വന്നില്ല എന്ന് മാത്രമല്ല, സമുദായ മെത്രാപ്പോലീത്ത മാത്രമല്ല, ഈ സമുദായത്തിലെ 55 വൈദികര്, അവര് 58 വൈദികരെ ഒപ്പിട്ട് പാത്രികീസ് ബാവായി എടുത്ത നടപടി എത്രയും വേഗം പിൻവലിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഇന്നലെ പാത്രികീസ് ബാവായിക്ക് ഇവിടുന്ന് ലെറ്റർ അയച്ചത്. എന്നാൽ ഇന്ന് ഞങ്ങൾ ഈ സമയം വരെയും അത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതിന് ഒരു മറുപടി, എന്നാൽ ഇവിടോട്ട് മറുപടി വന്നില്ല എന്ന് മാത്രമല്ല, സമുദായ മെത്രാപ്പോലീത്തായെ സസ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സഹായ മെത്രാന് അതിന്റെ ചാർജ് കൊടുത്തിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞത്. അതിനുള്ള യാതൊരു അധികാരവും പാത്രികീസ് ബാവായിക്കില്ല. ഭരണഘടനയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു സമുദായ മെത്രാപ്പോലീത്തായിക്ക് ചിത്തഭ്രമമോ അല്ലെ രോഗമോ വന്നെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. ഒരു നല്ല ആരോഗ്യവാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമുദായ മെത്രാപ്പോലീത്തായെ ഇവർ തരം താഴ്ത്തിയിട്ട് യാതൊരു ഭരണഘടനയോ ആഗമാന സുറിയാനി സഭയുടെ ഭരണഘടനയോ അനുസരിക്കാതെ ജ്ഞാനായ സമുദായ ഭരണഘടനയും ആഗമാന സുറിയാനി സഭയുടെ ഭരണഘടനയ്ക്കും വിരുദ്ധമായിട്ട് ഒരു സഹായ മെത്രാപ്പോലീത്തായ്ക്ക് ചാർജ് കൊടുത്തെങ്കിൽ ജ്ഞാനായ മക്കൾ അതിനെ പുച്ഛിച്ചു തള്ളുന്നു. ഒരിക്കൽ പോലും ഞങ്ങൾ അംഗീകരിക്കയില്ല. ആ ഒരു കൽപ്പന ഞങ്ങൾ ഇപ്പോൾ പാത്രികീസ് ബാവായുടെ ബഹുമാനം ഇത്രയും നാളും ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. ആ ബഹുമാനം ജ്ഞാനായ മക്കളുടെ മനസ്സിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ജ്ഞാനായ സമുദായത്തിന് അയച്ച ഒരു കൽപ്പനകളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ ജ്ഞാനായ സമുദായത്തിന്റെ ഒരു ദേവാലയങ്ങളിലും അത് വായിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ജ്ഞാനായ സമുദായത്തിന്റെ ആസ്ഥാനത്തിൽ ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇങ്ങനെയുള്ള വ്യാജ അല്ലെങ്കിൽ എവിടുന്ന് വന്ന കൽപ്പനയാണെന്നും ഞങ്ങൾക്കറിയില്ല, വ്യാജ കൽപ്പനകളും അല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കത്തില്ല. ഇത് മാത്രമല്ല, ഈ കൽപ്പന അയച്ചത് ഭയങ്കരമായ തുകകൾ കൊടുത്തിട്ടാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൈക്കൂലി കൊടുത്ത് ഒരു കൽപ്പനകൾ ഇറക്കി ജ്ഞാനായ സമുദായത്തെ ഈ ഭിന്നിപ്പിച്ച് ഇവിടെ ഭരിക്കാനായിട്ട് യാതൊരു അർഹതയുമില്ലാതെ ജ്ഞാനായ സമുദായം തെരഞ്ഞെടുത്ത സഹായമെത്രാൻ ഇന്ന് സഹായമെത്രാനായിരിക്കും. ഇവിടെ അസോസിയേഷനിലെ സമുദായ മെത്രാപ്പോലീത്തായിട്ട് ഭരണഘടന പ്രകാരം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ സമുദായ മെത്രാപ്പോലീത്ത ആയിരിക്കും ജ്ഞാനായ സമുദായത്തെ നയിക്കുന്നത്. ആർക്കും ആശങ്ക വേണ്ട. സമുദായ മെത്രാപ്പോലീത്തായുടെ സ്ഥാനം സസ്പെൻഡ് ചെയ്തിട്ട് സഹായമെത്രാന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ജ്ഞാനായ സമുദായത്തിന്റെ പള്ളികളിൽ വായിക്കുകയില്ല. ജ്ഞാനായ സമുദായത്തിന്റെ പള്ളികളിലോ യാതൊരിടത്തുമോ അതിന് യാതൊരു അധികാരവുമില്ല. 21-ാം തീയതി ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് ജ്ഞാനായ അസോസിയേഷനിൽ കൂടി ായിരിക്കും. ജ്ഞാനായ സമുദായത്തിലെ ജനങ്ങളാൽ പ്രതിനിധീകരിച്ച ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ജ്ഞാനായ അസോസിയേഷൻ അംഗങ്ങളാണ് ജനാധിപത്യ രീതിയിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. 21-ാം തീയതി മീറ്റിംഗിൽ 21-ാം തീയതി നിയമാനുസരണം കൂടുന്ന ജ്ഞാനായ അസോസിയേഷനിൽ അതിന് സ്റ്റേ ചെയ്യാനായിട്ട് സഹായന്മാര് പോയല്ലോ, കോടതിയിൽ പോയല്ലോ. ഈ നാഴിക വരെ സ്റ്റേ കിട്ടിയിട്ടില്ലല്ലോ. ഇനി സ്റ്റേയും കിട്ടിക്കുന്ന കാലത്ത് അവിടെ അസോസിയേഷൻ കൂടി 4 മാസം കഴിഞ്ഞാലും അവർക്ക് സ്റ്റേ കിട്ടുകയില്ല. എല്ലാ അസോസിയേഷനും കൂടുമ്പോഴും ഇത് തന്നെയാണ് ഇവരുടെ പ്രവൃത്തി. 21-ാം തീയതി ജ്ഞാനായ സമുദായം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചരിത്ര തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ് 21-ാം തീയതി. ഈ പേപ്പടിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന പ്രകാരം ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത ഭരിക്കപ്പെടും. സഹായന്മാരായിട്ടാണ് തെരഞ്ഞെടുത്തതെങ്കിൽ അവര് സഹായന്മാരായി തന്നെ നിൽക്കും. ഇവിടെ നാളെ ജ്ഞാനായ അപ്രൈ സെമിനാരിയിൽ സമുദായത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ
ആയിരങ്ങളെ നിലനിർത്തിക്കൊണ്ട് എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ആയിരങ്ങളെ ഇവിടെ സാക്ഷിയാക്കി നാളെ ചരിത്ര മുഹൂർത്തം ജ്ഞാനായ സമുദായത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നടക്കുകയാണ്. ഇവിടെ നാളെ ഞായറാഴ്ച 4 മണിക്ക് ജ്ഞാനായ സമുദായത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ആയിരങ്ങൾ നിലനിർത്തും. ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കുന്ന ജ്ഞാനായ മക്കൾ, ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ പാരമ്പര്യമുള്ള, ജ്ഞായിത്തോമായുടെ പാരമ്പര്യമുള്ള ജ്ഞാനായ മക്കൾ ഇവിടെ അണിനിരക്കും. ഞങ്ങൾ ചില പ്രതിജ്ഞകൾ എടുക്കുന്ന നാളെ 21-ാം തീയതി, നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച ജ്ഞാനായ അസോസിയേഷൻ കൂടി ഒരു മഹാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം 21-ാം തീയതി ചരിത്ര തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. ഇതുകൊണ്ടൊന്നും ജ്ഞാനായ സമുദായം പേടിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നാളത്തെ മീറ്റിംഗിലേക്ക് എല്ലാ സമുദായ അംഗങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു. ഇപ്പോൾ 3 മണിക്ക് ജ്ഞാനായ കമ്മിറ്റിയും അതുപോലെ തന്നെ വൈദിക കൗൺസിലും സംയുക്തമായി ഇവിടെ മീറ്റിംഗ് കൂടുകയാണ്. അതിനുശേഷം ഞങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനം ഇന്ന് 4 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. 3 മണിയാകുമ്പോൾ ഇവിടെ ജ്ഞാനായ കമ്മിറ്റിയും വൈദിക കൗൺസിലും ചേർന്ന് കൂടുന്നതായിരിക്കും. ജ്ഞാനായ ജനത്തിലെ, സമൂഹത്തിലെ ജ്ഞാനായ അംഗങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളാരും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇങ്ങനത്തെയുള്ള വ്യാജ കൽപ്പനകളും അതിന്റെ മുഖവിലക്കെടുക്കാതെ ആ കൽപ്പനകൾ മുഴുവൻ തള്ളിക്കളയുവാൻ ജ്ഞാനായ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സമുദായ സെക്രട്ടറി പറഞ്ഞതിനോട് ജ്ഞാനായ കമ്മിറ്റി പൂർണ്ണമായി യോജിക്കുകയാണ്. അഭിമന്യനായ കുറിയാക്കോസ് മാർ സേവേറിയോസ് തിരുമേനി എന്നും അദ്ദേഹത്തിന്റെ അന്ത്യം വരെയും ഈ അപ്രയം സെമിനാരിയിൽ സമുദായ മെത്രാപ്പോലീത്തായിട്ട് തന്നെ തുടരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും ഞങ്ങൾ എന്നാളും ജ്ഞാനായ കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ മാസം 21-ാം തീയതി കൂടുന്ന ജ്ഞാനായ അസോസിയേഷനും അതിന് വേണ്ടതായ എല്ലാ പിൻബലവും കൊടുക്കുമെന്നുള്ള കാര്യം നമ്മുടെ സമുദായത്തിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടതായ സഹോദരങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ മറ്റൊരു ഭരണഘടനാ വിരുദ്ധമായിട്ട് മറ്റൊരു സഹായ മെത്രാന് കൊടുത്ത പാത്രീസ് ബാബായുടെ നിലപാട് തികച്ചും അപലപനീയമാണ്. നമുക്കറിയാം, സേവേറിയോസ് തിരുമേനി ചെയ്ത തെറ്റെന്താണ്? മറ്റൊരു സഭയുടെ സഭാ തലവനെ നമ്മുടെ ആസ്ഥാനത്ത് വന്നപ്പോൾ മാന്യമായിട്ട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ നമ്മൾ ഉപേക്ഷിച്ച, അതായത് പരിശുദ്ധ സിംഹാസനം എന്ന് പറയുന്ന സിംഹാസനം ഉപേക്ഷിച്ച 2 പള്ളികളിൽ അവിടെ ആരെങ്കിലും കൊണ്ട് അവരുടെ ആത്മീയ ആവശ്യം നിറവേറ്റട്ടെ. പരിശുദ്ധ സിംഹാസനത്തിന് ആ 2 പള്ളികൾ വേണ്ട. ലിട്രോയിറ്റും ഹാർട്ട്ബോർഡും ചിക്കാഗോ ഒന്നും പള്ളികൾ അവർക്ക് വേണ്ട. അവിടെ ഒരു ഷമ്മാശിനെ പോലും വിട്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ പാത്രീസ് ബാബ കൽപ്പിക്കുന്നു. ആ സ്ഥിതിക്ക് അവരെ സമുദായ മെത്രാപ്പോലീത്തയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ മെത്രാൻ കൊടുക്കുന്നില്ല. അവര് ആരെങ്കിലും വിളിച്ച് അവർ പ്രാർത്ഥിപ്പിക്കട്ടെ, ആശാഴ്ച പ്രാർത്ഥിക്കട്ടെ. ഒരുത്തൻ അവന്റെ ഒരു ഭാര്യ ഡിവോഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞ് അവളെ വേറെ ആരെങ്കിലും കെട്ടിയാൽ അവന്റെ പുറകെ എന്തിനാണ് ഈ മുൻ ഭർത്താവ് പോകുന്നത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യമല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, എന്റെ ഫോട്ടോയിലിപ്പുണ്ട്. ഈ കോട്ടയം കാതോലിക്കായും കൊച്ചി ഗ്രിഗോറിയോസും കൂടെ കോട്ടയം സെന്റ് ജോസഫ് പള്ളിയിൽ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ എന്റെ കൈവശമുണ്ട്. നമുക്കറിയാമോ, മർക്കോസിന്റെ മാളികയിൽ ഈ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാപ്പോലീത്ത സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ആ പള്ളിയിലെ ചാർല മെത്രാപ്പോലീത്ത ഞങ്ങൾ ഒന്നിച്ചിരുന്ന വിശുദ്ധ കുർബാന ആയിരുന്നു. അതിൽ ഐക്യമില്ല. പിന്നെ എന്തിനാണ് ഐക്യം? നമുക്കറിയാം, ഈ കരീം പാത്രീസ് ബാബ പാത്രീസ് ആയതിനു ശേഷം പാത്രീസ് പക്ഷത്തു നിന്നും കൂറുമാറിയ 2 മെത്രാപ്പോലീത്തമാരെ അദ്ദേഹത്തിന്റെ ഡമാസ്കോസിലെ അരമനയിലേക്ക് ക്ഷണിച്ചു വരുത്തി ഒരാഴ്ച താമസിച്ച് വിരുന്നൊരുക്കിയതും ഇവിടെ നമുക്കറിയാം. ഇതൊന്നും ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ്. പിന്നെ യാതൊരു കാരണമില്ലാതെ മെത്രാപ്പോലീത്തായെ മുടക്കി ചില അധികാര കൊതിമൂത്ത ചില മെത്രാന്മാര് കാണിക്കുന്ന ഈ നാണം കെട്ട കളിയെ ഈ ജ്ഞാനായ സമുദായം ഒന്നടങ്കം പുച്ഛിച്ചു തള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, 1995 സുപ്രീം കോടതി വിധിയുണ്ട്. പാത്രീസ് ബാബായ്ക്ക്
ആത്മീയ അധികാരമല്ലാതെ നമ്മുടെ സമുദായത്തിൽ കടന്നുകയറ്റം അധികാരമില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. പക്ഷേ ഒരു കാര്യം പറയേണ്ടത്, യോശുവ തിരുമേനി എന്ന് പറഞ്ഞ ഒരാള് ഡെമസ്കോസിൽ ഇരിപ്പുണ്ടല്ലോ. $2000 കൊടുത്താൽ ഏത് കൽപ്പനയും തരുന്ന ഒരു യോശുവ തിരുമേനിയാണ്, ജോഷി തിരുമേനിയാണ് ഡെമസ്കോസിൽ ഇരിക്കുന്നത്, ബാബായുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് പൈസ കൊടുക്കാനില്ല. പരിശുദ്ധ ഈ ബാബ ഇന്ന് കാണിച്ചിരിക്കുന്ന വേറൊരാൾക്ക് അവകാശപ്പെടുത്തിയിരിക്കുന്നത് തികച്ചും മോശമായ രീതിയില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ജ്ഞാനായ മക്കൾ പൊറുക്കത്തില്ല. ഇത് വെറും നനഞ്ഞ പടക്കമായി മാറും എന്ന് 1 മാസത്തിനിപ്പുറം നനഞ്ഞ പടക്കമായി മാറും എന്ന് ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒരിക്കൽ കൂടി നാളത്തെ ഞായറാഴ്ച നടക്കുന്ന പ്രസിദ്ധ പാത്രീസ് ബാവായുടെ നടപടിക്കും അതുപോലെ തന്നെ സഹായ മെത്രാപ്പോലീത്തന്മാരുടെ കടന്നുകയറ്റത്തിനും എതിരായി നാളെ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് എല്ലാ ജ്ഞാനായ ഇടവകയിലെയും ജനങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ആയിരങ്ങൾ നിരക്കുമ്പോൾ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ജ്ഞാനായ സമുദായത്തിന്റെ ആവാലവൃത്തം ജനങ്ങളും അതിനകത്ത് പങ്കുചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജ്ഞാനായ ശ്രീ